കാസർഗോഡ് ചിറ്റാരിക്കലിലേക്കാണ്. ചിറ്റാരിക്കലിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മനുഷ്യ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് വിവരം വരുന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറിലാണ് അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായുണ്ട്. സാരംഗ്, ഇത് കിണർ വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് കാണുക എന്ന് പറയുമ്പോൾ തന്നെ നടുങ്ങിപ്പോകുന്ന സംഭവമാണല്ലോ. ഇത് എപ്പോഴായിരുന്നു ഇങ്ങനെ കണ്ടെത്തിയത്? എവിടെയാണ്? എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇതിനെ തുടർന്ന്? അക്ഷയ, ഇന്ന് വൈകിട്ടോട് കൂടിയാണ് കാസർഗോഡ് ചിറ്റാരിക്കാലിലെ 25 എന്ന പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ പ്രദേശത്ത് ഏറെ കാലമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കിണറ്റിൽ നിന്നാണ് ഇത്തരത്തിൽ മനുഷ്യന്റെ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏറെ നാളായി വിജനമായി കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പോൾ ആ പറമ്പിലെ പുരയിടത്തിൽ പുതിയ വാടകക്കാർ താമസത്തിന് വന്നതിനെ തുടർന്ന് നിലവിലൊരു കിണർ വീട്ടിൽ ഉപയോഗിച്ചിരുന്നു. അത് പറ്റിയതിനെ തുടർന്നാണ് ഏറെ കാലമായി ഉപയോഗശൂന്യമായിരുന്ന കിണർ തൊഴിലാളികൾ ഉപയോഗിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ മനുഷ്യ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ചിറ്റാരിക്കാലെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തുള്ള കിണറ്റിൽ നിന്നാണ് ഇത്തരത്തിൽ അസ്ഥികൂടവും മറ്റ് ആധാർ കാർഡും വസ്ത്രങ്ങളുടെയും ഷൂസിന്റെയും അടക്കമുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയത്. ഇതിൽ പ്രസക്തമായൊരു കാര്യം, ആധാർ കാർഡ് ഒരു കാസർഗോഡ് കടുമനിയിൽ നിന്ന് 1 വർഷം മുൻപ് കാണാതായ യുവാവിൻ്റെതാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്നായാലും അസ്ഥികൂടം കടുമനിയിൽ നിന്ന് കാണാതായിട്ടുള്ള ആ വ്യക്തിയുടേതാണ്, അനീഷ് എന്ന കുര്യന്റേതാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾക്കൊടുവിൽ മാത്രമേ ഫോറൻസിക് വിഭാഗമൊക്കെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ? പരിശോധനയ്ക്ക് ഉണ്ടാകുമോ ഉടൻ? ചിറ്റാരിക്കൽ പോലീസ് കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം നിലവിൽ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഈ അസ്ഥികൂടവും മറ്റ് അവശിഷ്ടങ്ങളൊക്കെ തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും 1 വർഷമായി ഈ അനീഷ് എന്ന കുര്യനെ കടുമേനിയിലെ ചിത്രാടിയിൽ നിന്ന് കാണാതായിട്ട് 1 വർഷം തികഞ്ഞിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അക്ഷയ്.